എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് സ്വാഗതം. ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഫെബ്രുവരി 2026 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിത്തിര നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Page of Wands, Page of Cups, High Priestess energy, Queen of Cups, Knight of Swords, Hanged Man energy. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു സാഹചര്യം എന്ന് തന്നെ പറയാം. പക്ഷെ പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരേ സമയം ആക്റ്റീവായിരിക്കും. ഒരു ദിവസം വളരെ ആക്റ്റീവായിരിക്കും, പിറ്റേ ദിവസം കുറച്ച് ഒരു പ്രവൃത്തിക്കും ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ മൂഡ് സ്വിങ്സ് കൂടുതലുള്ള ഒരു മാസമായിരിക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഒരു ഉത്സാഹഭരിതമായിട്ടുള്ളൊരു സമയമാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആക്റ്റീവ് ആകാതിരിക്കാനുള്ളൊരു ഫീലിംഗ് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡിപ്രസീവ് ഇതിലേക്ക് പോകാൻ ചാൻസസ് കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്നെടുത്ത് പറയാൻ കാര്യം, പ്രത്യേകിച്ച് വല്ല സ്പോർട്സ് കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവരെപ്പോഴും അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, എന്തെങ്കിലും സ്പോർട്സൊക്കെ അങ്ങനെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, അല്ലാതെ ഹോബി ആയിട്ട് ചെയ്യുന്നതായിക്കൊള്ളട്ടെ, ഏത് സിറ്റുവേഷൻസിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ദിവസം നല്ല താല്പര്യമായിരിക്കും, പിറ്റേ ദിവസം ഒരു താല്പര്യക്കുറവ് കാണാനായിട്ട് സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ല എന്നുള്ളൊരു ഫീലിംഗാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ ജോലിയിലും ഈ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. പലരും ജോലിയിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിലും എന്തുകൊണ്ടും ആരോഗ്യപരമായിട്ടൊരു നെഗറ്റീവ് ഫീല് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തണുപ്പ് ഉള്ള സമയത്ത് കുറച്ച് ഒരു മടി കൂടുതൽ ഫീൽ ചെയ്യാനോ, പുറത്തിറങ്ങി നടക്കാനോ, അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാനോ, ജിമ്മിൽ പോകാനോ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താല്പര്യമുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ, പക്ഷെ നിങ്ങളെ വലിച്ച് കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു മാസം അതായത് ആക്റ്റീവായിട്ടിരിക്കാൻ തോന്നാത്ത ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ച് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്തയിലേക്ക് വരാതെ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ തോന്നുന്നില്ല എങ്കിൽ കൂടിയും രാവിലെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. പല കാര്യങ്ങളും ചിലപ്പോൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇന്ന് വേണ്ട അല്ലെങ്കിൽ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് മൂലം ചില കാര്യങ്ങൾ മിസ്സാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അതേപോലെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ജീവിതത്തിൽ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ, റൂട്ടീനോട് താല്പര്യം കുറവായിരിക്കും. പിന്നെ ആഡംബരങ്ങൾ, ലക്ഷറി, ആഡംബര വസ്തുക്കളോട്, പുതിയ ഭക്ഷണം ആയിരിക്കാം, വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വില കൂടിയ ഭക്ഷണവും വസ്ത്രവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രോണിക്സ് വസ്തുക്കൾ, അതുപോലുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതിനൊക്കെ താല്പര്യം കൂടുതലാണ്. അത് മറ്റുള്ളവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാനൊരു താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെക്കൊണ്ട് ഇത് പറ്റും, അല്ലെങ്കിൽ അതായത് നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ യൂസ് ചെയ്യില്ല, അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഒരു താല്പര്യം കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യം എന്തെങ്കിലും ആണെങ്കിൽ ഓക്കെ. അതല്ലാതെ എല്ലാത്തിലും ബ്രാൻഡഡ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ എല്ലാത്തിലും ആ ഒരു രീതിയിലേക്ക് പോകാതിരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കാം. പിന്നെ പ്രണയം കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ മാറാൻ ചാൻസ് വളരെ കൂടുതലാണ്.
ഇനി ജോലി ചെയ്യുന്നവരോ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് എങ്കിൽ മറ്റ് കാര്യങ്ങൾ ഒഴിവാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ താല്പര്യം കൂടുതലുള്ള സമയമായതുകൊണ്ടും അതിൽ നിന്ന് കൂടുതൽ ഒരു ജീവിതത്തിൽ മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരു ഡിസ്ട്രാക്ഷൻ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ പ്രണയമാണ് അപ്പോൾ അതൊരു വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള ചാൻസസ് ഒക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാർ ഒത്തിരി പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ മനസ്സമാധാനവും സ്വസ്ഥതയും ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പലതും ചെയ്യാനുള്ളൊരവസരം ഈ ഒരു സമയത്ത് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു മടിയുള്ളൊരു മാസമാണ്. ദൈവികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലുള്ള താല്പര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പല ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളോ രീതികളോ ഒക്കെ മാറ്റാൻ നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആത്മീയതയിലേക്ക് നിങ്ങൾക്ക് പൊതുവെ താല്പര്യമുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളത് കൊണ്ടും മറ്റു കാര്യങ്ങൾ ജീവിതത്തിൽ ഉള്ള വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് മാറ്റി വയ്ക്കാൻ, ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രാധാന്യമുള്ളതാണ്, ഇത് മാറ്റി വയ്ക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഇതിനും സമയം കണ്ടെത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേർവഴിയിൽ മുമ്പോട്ടേക്ക് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഡിസിപ്ലിൻ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ ഒരു ആത്മീയ കാര്യത്തിലോ ദൈവികമായിട്ടുള്ള കാര്യത്തിലോ കൃത്യമായിട്ടൊരു കാര്യം ചെയ്യും. ഇപ്പോൾ ഇന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോകുന്നതോ പള്ളിയിൽ പോകുന്നതോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഡിസിപ്ലിൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പറഞ്ഞ പോലെയുള്ള മൂഡ് സ്വിങ്സ്, ചില ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളതിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കുന്ന ഒന്നായിരിക്കും നിങ്ങൾക്ക് ആത്മീയത. അപ്പോൾ പിന്നെ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഒറ്റപ്പെടലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് എന്നൊക്കെ ഉള്ള ചിന്തയിൽ നിന്ന് പുറത്ത് കിടക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ മാനസികമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചില സമയങ്ങളിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിങ്ങും അല്ലെങ്കിൽ ഡിപ്രസീവ് ഫീലിംഗൊക്കെ വരുന്നുണ്ടെങ്കിലും പൊതുവിലൊരു സന്തോഷമുള്ള ദിനങ്ങളാണ്. മെയിനായിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സൗഹൃദമാണെങ്കിലും കുടുംബമാണെങ്കിലും ചുറ്റുമുള്ള ആളുകളൊക്കെ നിങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി തൃപ്തിയുണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തൊരു കാര്യത്തിനും ഏത് കാര്യത്തിനും ആളുകളുണ്ട്, സൗഹൃദങ്ങളുണ്ട് എന്നുള്ളതും, അതേപോലെ ജോലി സംബന്ധമായിട്ടിപ്പോൾ അതായത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചില സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈവൻ നിങ്ങളുടെ അതേ ജോലി അല്ലെങ്കിൽ കൂടിയും തരക്കേടില്ലാത്ത ഒരു ജോലി ഇപ്പോൾ നിങ്ങൾക്ക് നിന്നു പോകാൻ സൗഹൃദങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒത്തിരി സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് എനർജി സിറ്റുവേഷനാണ്. ഇവിടെ ഈ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡ്സിന് പുറകെ, ആഡംബരത്തിന് പുറകെയൊക്കെ ഓടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് മൂലം തന്നെ പുതിയൊരു വാഹനം വാങ്ങിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ബൈക്കോ കാറോ മറ്റോ ആയിരിക്കാം. ഒത്തിരി നാളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പ്രത്യേക ഇതായിരിക്കാം. അപ്പോൾ അത് ഇപ്പോൾ വേണമോ എന്നുള്ളത്, കാരണം ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല വില കൂടിയ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ പുറത്ത് ഇതുകൂടി വേണോ എന്നുള്ളത് ചിന്തിക്കാം. പിന്നെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട്, കാരണം ഇവിടെ കുറച്ച് ഈ പറഞ്ഞ പോലെ വാഹനത്തിന് വേണ്ടിയിട്ട് ചിലവാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ഹാങ്ഡ് മാൻ എനർജിയാണ്. ഈ ഒരു മാസം അവസാനത്തിൽ പൊതുവേ ഒരു സ്റ്റക്ക് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ. പിന്നെ സാമ്പത്തിക കാര്യത്തിൽ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ ശമ്പള വർധനമോ പ്രൊമോഷനോ ഒന്നും കാണുന്നില്ല. അപ്പോൾ അത് ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത്, അപ്പോൾ അതുകൊണ്ട് ഈ ജോലിയിൽ തുടരണോ, ജോലിയിൽ മുന്നോട്ടേക്ക് ഇവിടെ നിന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഭാവിയിൽ ശമ്പള വർധനമോ പ്രൊമോഷനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ തോന്നലുകൾ, ഇത് നിങ്ങളുടെ ജോലി കാര്യം നിങ്ങളൊന്നും കൂടി പുനർചിന്തനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ തുടരണോ എന്നുള്ളത്.
ഒരുപക്ഷെ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ തുടർന്നതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ജോലി കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സൗഹൃദങ്ങൾ, ഒത്തിരി നല്ല സൗഹൃദങ്ങൾ, അധികം പേരല്ലെങ്കിൽ കൂടിയും നല്ല സൗഹൃദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ സുഹൃത്തുക്കളുടെ സഹായത്തോട് കൂടിയിട്ട് ഒത്തിരി ജോലിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും മറ്റും നടത്തുന്നുണ്ട്. അതൊക്കെ ഈ ഒരു മാസത്തിൽ സംഭവ്യമാകുന്ന കാര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.